നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളെ പുറത്താക്കി വാതിലടച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല കോടതി നടപടികൾ രഹസ്യമായി തുടങ്ങിക്കഴിഞ്ഞു. നിർണായക ഡിജിറ്റൽ തെളിവുകൾ പുറത്തെടുക്കാൻ പ്രോസിക്യൂഷൻ. അതിജീവിതയുടെ രഹസ്യമൊഴി വിദേശത്ത് നിന്ന് വീഡിയോ കോളിൽ. രാഹുലിനായി ശാസ്തമംഗലം അജിത്ത് കോടതിയിലെത്തി. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന വാദമുയർത്തി പ്രോസിക്യൂഷൻ. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നു. ഇൻ ക്യാമറയാണ് കോടതി നടപടികൾ പുരോഗമിക്കുന്നത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മാധ്യമങ്ങളെ അടക്കം മാറ്റി നിർത്തി രഹസ്യമായി കോടതി നടപടി തുടങ്ങിയത്. സുപ്രധാന ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് നടപടികൾ സ്വകാര്യമാക്കിയതെന്നാണ് സൂചന. രാഹുലിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ് കോടതിയിൽ ഹാജരായത്. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് സാധ്യത. കോടതി ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ രാഹുൽ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് രാഹുലിനെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് SIT പറയുന്നുണ്ട്. രാഹുൽ അന്വേഷണത്തോട് ഒട്ടും സഹകരിക്കുന്നില്ല എന്നാണ് SITയുടെ റിപ്പോർട്ട്. തന്റെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ അദ്ദേഹം വിസമ്മതിച്ചു. രേഖകൾ ഫോണിലുണ്ടെന്നും എന്നാൽ പാസ്വേഡ് നൽകില്ലെന്നുമാണ് രാഹുലിന്റെ നിലപാട്. ഇതേ തുടർന്ന് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ച് ഫയലുകൾ പകർത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു. അടൂരിലെ വീട്ടിൽ ലാപ്ടോപ്പിനായി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിദേശത്തുള്ള അതിജീവിത നാട്ടിലെത്താൻ വൈകുന്നതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം കോടതിയുടെ അനുമതി തേടി. വിദേശത്തെ ഇന്ത്യൻ എംബസിയിൽ അതിജീവിതയെ എത്തിച്ചായിരിക്കും കോടതിക്ക് നേരിട്ട് മൊഴി നൽകാൻ അവസരമൊരുക്കുക. കേസിന്റെ പശ്ചാത്തലം: ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കോട്ടയം സ്വദേശിനെ തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് രാഹുലിനെതിരെയുള്ള പരാതി. ഗർഭിണിയായ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. മെയ് 24-ന് യുവതിയുടെ ഗർഭം അലസി. ഇമെയിൽ വഴി ലഭിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇൻ ക്യാമറ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രഹസ്യമായി തന്നെയാണ് നീക്കങ്ങൾ നടക്കുന്നത്. അങ്ങനെ കാനഡയിലെ ഇന്ത്യൻ എംബസിയിൽ എത്തി പരാതിക്കാരി മൊഴി നൽകുമെന്നാണ് നീക്കം. അതായത് തെളിവുകളുടെ അഭാവം മൂലം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും പറഞ്ഞെങ്കിലും ജാമ്യം ലഭിക്കാതിരിക്കാൻ ജാമ്യത്തെ തടയിടാനായിട്ട് നിരവധി തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയുകയുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നീക്കം നടന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് അല്പസമയത്തിനകം അറിയാം.